ക്രമക്കേടുകളെ പറ്റി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയ സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നു PSCയും. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശക്തമായ അന്വേഷണം നടക്കണമെന്നും PSC ആവശ്യപ്പെടുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ അന്വേഷണത്തെ PSCയും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പോകുന്നത്? പൂജ, PSCയുടെ വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ക്രമക്കേടുകൾ നിരന്തരമായി പരീക്ഷകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വരുന്നു, പരാതികൾ ഉയരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആസൂത്രണ ബോർഡ് ചീഫ് സ്ഥാനത്തേക്ക് നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 10 ചോദ്യങ്ങൾ വാല്യൂ ചെയ്തില്ല, അത് മൂല്യനിർണ്ണയത്തിൽ അത് ഒഴിവാക്കി എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം, ആഭ്യന്തര അന്വേഷണം മാത്രം നടന്നാൽ പോരാ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ എന്തായാലും PSCയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. PSCയിൽ ആഭ്യന്തര അന്വേഷണമാണ് നടക്കുന്നത്. SP-ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷേ അത് PSCയിലെ SP ആയിരിക്കുന്ന ഒരാളാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമാണ് എങ്കിലും അത് PSCയിലെ ചുമതലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. അതിന് എന്തായാലും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട PSC അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നടന്ന PSC യോഗത്തിന് ശേഷം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നത്. അന്വേഷണത്തിൽ പ്രശ്നമില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് PSC അറിയിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമ്പോൾ പുറത്തുനിന്നുമുള്ളൊരു ഏജൻസിക്ക് ഈ രേഖകളടക്കം കൈമാറേണ്ടി വരും. ഈ അന്വേഷണത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കില്ല എന്നൊരു നിലപാടാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് വീണ്ടും വിമർശനത്തിന് വിധേയമാകേണ്ടി വന്നേനെ. അതിനാലാണ് PSC അംഗങ്ങൾ ഇന്നിപ്പോൾ യോഗം ചേർന്ന് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നത്. പൂജ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ്, ആരോപണങ്ങളൊക്കെ പ്രതിദിനം ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സർക്കാർ തീരുമാനം. അത് PSCയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്താക്കുറിപ്പും കൂടി വരുന്നത്.